സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പാവങ്ങൾ കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ കൊടുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യെശയ്യാവ് 1:18 വാക്യം. ആത്മാവിനെ ശുദ്ധീകരിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പുരാതന യഹൂദയിൽ ദൈവം തന്നെ ജനത്തോട് കോപിച്ച കാരണം അവൻ തന്നെ നിരസിച്ചു പുറകോട്ട് മാറ്റിക്കളഞ്ഞ് അശുദ്ധിക്കും തിന്മയും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വ്യാജദൈവങ്ങൾ ആനയിച്ചു. യെശയ്യാവ് 1:2 വാക്യം. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുവാൻ അവർ ബലി അർപ്പിച്ചു, ധൂപം കാട്ടിയും പ്രാർത്ഥനകൾ നടത്തുവാൻ ഒരുമിച്ച് കൂടിയും സ്വയം ശുദ്ധരാകാൻ ശ്രമിച്ചു. എന്നിട്ടും അവരുടെ കാപട്യം പാപം നിറഞ്ഞ ഹൃദയവും അവരിൽ നിലനിന്നു. അതിനുള്ള പ്രതിവിധി സ്വയം മാനസാന്തരപ്പെടുത്തുവാനുള്ള ഹൃദയത്തോടെ തങ്ങളുടെ ആത്മാവിനെ കറകൾ പരിശുദ്ധനും സ്നേഹവാനുമായ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അവിടുത്തെ കൃപ അവരെ ശുദ്ധീകരിക്കുകയും ആത്മീയമായ ഹിമം പോലെ വെളുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നാം ചെയ്യുമ്പോൾ സ്വയം ശുദ്ധീകരിക്കുന്ന ലായനി ആവശ്യമില്ല. താഴ്മയും മാനസാന്തരവും ഉള്ള ഹൃദയത്തോടെ നമ്മുടെ പാവങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നാമിലേക്ക് മടങ്ങണം. അപ്പോൾ അവൻ ആത്മാവിൻ്റെ കറകളെ ശുദ്ധീകരിക്കുന്ന ഒരേയൊരുവൻ നമുക്ക് പൂർണ്ണമായ പാവോചനം പുതുക്കിയ കൂട്ടായ്മ നൽകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പാവങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ്? നിങ്ങളുടെ പാവം ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുന്ന പ്രക്രിയയെ യോഹന്നാൻ എങ്ങനെ വിവരിക്കുന്നു? 1 യോഹന്നാൻ 1:9. പിതാവേ, എൻ്റെ പാവം അവഗണിക്കുകയോ സ്വയം മോചനം കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ആത്മാവിൻ്റെ കറയകറ്റാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന് എനിക്കറിയാം. എൻ്റെ സ്വയാശ്രം ഞാൻ അംഗീകരിച്ച് അനുതാപത്തോടെ അങ്ങയിലേക്ക് തിരിയുന്നു. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.